നമസ്തേ. കോളേജ് കാലത്ത് ഒരു ക്ലാസ് റെപ്രസെന്റേറ്റീവ് പോലുമാകാത്ത ഒരാൾ സംസ്ഥാനത്തെ മുഴുവൻ ജനപ്രതിനിധികളെയും നിശ്ചയിക്കുന്ന കസേരയിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ കേരളം കത്തുകയാണ്. ഗവർണറുടെ ഒപ്പുവീണു, പ്രതിപക്ഷത്തിന്റെ നെഞ്ചിടിപ്പ് കൂടി. കേരളത്തിന്റെ 8ാമത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. പക്ഷേ ഈ കസേര കളിക്ക് പിന്നിൽ UDF-നകത്ത് പുകയുന്ന ആ ആഭ്യന്തര യുദ്ധം എന്താണ്? ഇന്ന് പകൽ കൃത്യം 12:15 കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകൾക്കും ഒടുവിൽ എൻ ശേഷാദ്രിനാഥൻ ഔദ്യോഗികമായി പദവി ഏറ്റെടുത്തത്. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നമുക്കാദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ക്യാമറ ബാക്കിലോട്ടാക്കും. ക്യാമറ കുറച്ച് നിയമനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും ഉയർന്ന കടുത്ത എതിർപ്പുകൾ മറികടന്നാണ് ഗവർണറുടെ ഔദ്യോഗിക അംഗീകാരത്തോടെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനമേൽക്കുന്നത്. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥൻ നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ട വർഷത്തെ പരിചയ സമ്പത്തുണ്ട്. കോഴിക്കോട് ലോ കോളേജിൽ നിന്നും നിയമബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം 10 വർഷത്തോളം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്നു. തുടർന്ന് ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം കവരത്തി മുൻ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി, എറണാകുളം CBI കോടതി ജഡ്ജി, എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നീ സുപ്രധാന പദവികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയമനം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. എൻ ശേഷാദ്രിനാഥന് വ്യക്തമായ രാഷ്ട്രീയ ചായ്വുണ്ടെന്നും സംഘപരിവാർ ബന്ധമുണ്ടെന്നും ആരോപിച്ച് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശക്തമായി രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസും ഈ നിയമനത്തെ ശക്തമായി എതിർത്തു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ശേഷാദ്രിനാഥൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഒരു കാലത്തും ഒരാളോടും രാഷ്ട്രീയ ബന്ധമില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു ക്ലാസ് റെപ്രസെന്റേറ്റീവ് പോലും ആയിട്ടില്ല. പ്രൊഫഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് സിവിൽ നിയമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുകയായിരുന്നു താൻ. ആരോപണം ഉന്നയിക്കുന്ന PM നിയാസ് എന്റെ അടുത്ത സുഹൃത്താണ്. ദീർഘകാലമായി അറിയാം എന്നാണ് ശേഷാദ്രിനാഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വിവാദം ഇപ്പോൾ കോൺഗ്രസിനും UDF-നും അകത്ത് വലിയൊരു ഭിന്നതയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനെതിരെ ശക്തമായ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് രംഗത്തെത്തിക്കഴിഞ്ഞു. ക്യാബിനറ്റ് തീരുമാനപ്രകാരം നിയമിക്കപ്പെട്ട ശേഷാദ്രിനാഥൻ സംഘപരിവാർ അനുകൂലിയാണെങ്കിൽ PM നിയാസ് അത് തെളിയിക്കണമെന്നാണ് ലീഗിന്റെ വെല്ലുവിളി. KM ഷാജിയെയും മുസ്ലിം ലീഗിനെയും ലക്ഷ്യം വെച്ച് ആക്രമിക്കാനാണ് നിയാസ് ശ്രമിക്കുന്നതെന്നും പൊട്ടും കുറിയും തൊടുന്നത് കണ്ട് ഒരാളെയും സംഘപരിവാർ എന്ന ചാപ്പ കുത്തരുതെന്നും അൻവർ സാദത്ത് തുറന്നടിച്ചു. ഉത്തരേന്ത്യയിൽ താടിയും തൊപ്പിയും വെച്ചവരെ മുസ്ലിം തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന അതേ ശൈലിയാണ് നിയാസിന്റേതെന്നും ലീഗ് കുറ്റപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം രാഷ്ട്രീയ കേരളത്തിലുണ്ടാക്കിയ പുകച്ചിൽ ചെറുതല്ല. ഈ വിഷയത്തിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള വാക്പോര് എങ്ങോട്ട്
പിരിയുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ നിയമനത്തെക്കുറിച്ചും UDFിലെ ഈ പുതിയ പോരിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്തേ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.